പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സായാഹ്നത്തിൽ, ഈ മനോഹരമായ സായാഹ്നത്തിൽ കർത്താവിൻ്റെ മുന്നിലായിരിക്കുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാട്ടോ. ഇന്നത്തെ ദിനം കർത്താവ് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നയിച്ചു. ബിസിനസ് മേഖലകളും ജോലി മേഖലകളിലും ഒക്കെ കർത്താവ് അവിടുത്തെ കടാക്ഷം നൽകി അനുഗ്രഹിച്ചു. മക്കളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്തു, കുഞ്ഞുമക്കളെ. അപ്പോൾ കർത്താവിന് നമുക്ക് ആയിരം നന്ദി പറയാട്ടോ. നമ്മൾ ഇന്ന് സായാഹ്നത്തിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവ് സംരക്ഷിക്കും, സംരക്ഷകനാ. അവൻ നമ്മളെ പൈശാചികമായ പീഡകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, ചങ്ങലകളിൽ നിന്ന്, നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയറുകളിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവായ ദൈവം സംരക്ഷിക്കും. വിടുതലിൽ നിന്ന് സംരക്ഷിക്കും, സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എൻ്റെ കുടുംബത്തിൽ നിറയണമേ എന്ന്. നമ്മൾ കാണുമല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങൾ സാംസനെ കുറിച്ച് അവിടെ വായിക്കണേ. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. സാംസന്റെ ശക്തിയൊന്നും അല്ലത്. സാംസനെ ആ സിംഹക്കുട്ടിയിൽ നിന്ന്, സിംഹത്തിൻ്റെ നഖത്തിൽ നിന്ന്, സിംഹത്തിൻ്റെ പല്ലുകളിൽ നിന്ന് സംരക്ഷിച്ചത് ആരാ? പരിശുദ്ധാത്മാവോ. പരിശുദ്ധാത്മാവോ അവനിൽ നിറഞ്ഞു. ആ സിംഹത്തെ ആട്ടിൻകുട്ടിയെ എന്നതുപോലെ പിച്ചു ചിന്താൻ കഴിഞ്ഞു എന്നാ പറയുക. നിനക്കെതിരെ വരുന്നത് ചിലപ്പോൾ സിംഹമായിരിക്കാം, പുലിയായിരിക്കാം, കരടിയായിരിക്കാം, നായയായിരിക്കാം, ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബന്ധനം ആയിക്കോട്ടെ, മുതലയാകട്ടെ, ആനയാകട്ടെ, ഏത് തരത്തിലുള്ള ബന്ധനമാകട്ടെ, ഏത് കൂടോത്രമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ചാത്തൻ സേവയാകട്ടെ, പക്ഷെ ഈശോയിൽ നീ ആശ്രയിച്ച, പരിശുദ്ധാത്മാവിൽ നീ നിറഞ്ഞാ നീ സംരക്ഷിക്കപ്പെടും. നീ വിശ്വസിക്കണം. ഈശോയുടെ രക്തം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇതൊക്കെ നിനക്ക് സംരക്ഷണമാ. അപ്പൊ ഈശോയുടെ ആത്മാവേ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണം, എന്നെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സംരക്ഷിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.